ഉണ്ട്. അള്ളാഹിന്റെ കൊലേ നാമങ്ങൾ നമുക്കറിയാം. അള്ളാഹു ബസീറാണ്. ബസീർ എന്ന് പറഞ്ഞാല് അള്ളാഹു എല്ലാം കാണുന്നവനാണ്. നമുക്കറിയാം എല്ലാം കാണുന്നവനാണ് അള്ളാഹു. എന്നാൽ അത് നമ്മുടെ ജീവിതത്തില് നമുക്ക് അതുമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റണം. നമ്മൾ ഏതൊരു വിശുദ്ധ ഖുർആനിലെ ഏതൊരായത്തും ആ ആയത്ത് എൻ്റെ ജീവിതത്തിൽ ആ ആയത്ത് കൊണ്ട് എനിക്ക് എന്തൊക്കെ ബന്ധിപ്പിക്കാൻ പറ്റും, അങ്ങനെയാണ് ഖുർആൻ ജീവിക്കുക. ഖുർആൻ ജീവിക്കുന്നത് അങ്ങനെയാണ്, നമ്മിൽ കൂടെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തുമ്പോഴാണ്. അപ്പൊ അള്ളാഹു ബസീറാണ്, അള്ളാഹു എല്ലാം കാണുന്നവനാണ്. എന്താണ് എല്ലാം കാണുന്നവനാണ് എന്നതുകൊണ്ട് ഉദ്ദേശം? അപ്പൊ അത് നമ്മുടെ ജീവിതത്തിൽ അതിനൊരു മാറ്റം വരുത്തേണ്ടത് എങ്ങനെയാ? നമ്മൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം തെറ്റുകളൊക്കെ ചെയ്തു പോകും, ദുർബലരാണ്. ആ സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ അള്ളാഹു ബസീറാണ്, അള്ളാഹു എല്ലാം കാണുന്നവനാണ് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു തെറ്റുകൾ ചെയ്യാൻ പോകുമ്പോൾ ആളുകളെ ഭയപ്പെട്ടിട്ട് നമ്മൾ പല തെറ്റിൽ നിന്നും പിന്മാറലുണ്ട്. എന്നാൽ നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ രക്ഷിതാവിനെ നമ്മൾ അറിയണം. അള്ളാഹു നമ്മളെ കാണുന്നുണ്ട്. ആ കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായും ആ തെറ്റ് ചെയ്യാൻ നമ്മൾ ലജ്ജിക്കും. പലപ്പോഴും നമ്മൾ ഇതൊക്കെ മറന്നു പോകുമ്പോഴാണ് നമ്മൾ തെറ്റിൽ വ്യാപൃതരായി പോകുന്നത്. പക്ഷെ അള്ളാഹു ബസീറാണ്. അവിടെയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് ഒരു പാൽക്കാരിയുടെ സംഭവം. ആ പാലിൽ വെള്ളം ചേർത്താൻ വേണ്ടി ആ പാൽക്കാരിയോട് ആ ഉമ്മ പറയുമ്പോ ആരും കാണൂലാലോ, നീ ഇനി വെള്ളം ചേർത്തോ എന്ന് പറയുമ്പോ ഓ കുട്ടി പറയുന്ന ഒരു മറുപടി ഉണ്ട്, ആര് കണ്ടിട്ടില്ലെങ്കിലും എന്നെ സൃഷ്ടിച്ച എൻ്റെ റബ്ബ് ഇതൊക്കെ മുകളിൽ നിന്ന് കാണുന്നുണ്ട്. ആ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ഏതൊരു തെറ്റ് ചെയ്യുമ്പോഴും ഇനി